ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ വീണ്ടും ഞാൻ നമ്മുടെ DHS ഇൻ്റർവ്യൂ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിപ്പ വൈറസിനെ പറ്റിയാണ്. കാരണം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ് നിപ്പ വൈറസ്. സോ ഇപ്പോഴും അതിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിപ്പ വൈറസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. സോ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നിപ്പ വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ പുതുതായി പടർന്നുകൊണ്ടിരിക്കുന്നതും ജന്തുക്കളിലും മനുഷ്യരിലും കഠിനമായ രോഗബാധ ഉണ്ടാക്കുന്നതുമായ ഒരു ജന്തുജന്യ വൈറസാണ് നിപ്പ വൈറസ് കേട്ടോ. ഇപ്പം നിപ്പ വൈറസിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ടെറോപോഡിഡയാണ്. ഇതിലെ ടെറോപോസിസ് എന്ന വവ്വാലുകൾ, പഴന്തീനി വവ്വാലുകളിലാണ് ഇതിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പഴന്തീനി വവ്വാലുകളിൽ കൂടിയാണ് മനുഷ്യരിലേക്ക് ഇത് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയത്. ആദ്യമായിട്ട് ഈ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1998 ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മലേഷ്യയിലെ കമ്പുൻ സുങ്കായ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. മലേഷ്യയിലെ കമ്പുൻ സുങ്കായ്. ഇത് പന്നികളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് നിപ്പ വൈറസ് അന്നത്തെ കാലഘട്ടത്തിൽ പകർന്നത് കേട്ടോ. അതിനുശേഷം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2004 ബംഗ്ലാദേശിലാണ്. അപ്പോൾ അതിലാണ് നമ്മൾ വവ്വാലുകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. അതായത് വവ്വാലുകളുടെ വിസർജ്യം വീണ അല്ലെങ്കിൽ വവ്വാലുകൾ ചീത്തയാക്കിയ പനങ്ങളിൽ കുടിച്ചിട്ടാണ് അന്ന് ബംഗ്ലാദേശിൽ നിപ്പ വൈറസ് ആളുകളിലേക്ക് വന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഈ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ രോഗം വരുന്ന ഭൂരിഭാഗം 90% പേരും മരണത്തിനിടയാക്കപ്പെട്ടു. പക്ഷേ പിന്നീട് നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വൈറസിൻ്റെ ഒരു നിരക്ക് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് അത് കുറഞ്ഞു വരാനിടയായി. എന്നാലും ഭയങ്കരമായിട്ടുള്ള ഒരു അണുബാധ ഉണ്ടാക്കുന്ന ഒരു നിപ്പ വൈറസാണ്. ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിലാപ്സിങ് എൻകഫലൈറ്റിസ് ഒക്കെ വന്നിട്ട് പേഷ്യൻ്റ് കോമ സ്റ്റേജിലൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. 1999 മലേഷ്യയിലെയും സിംഗപ്പൂരിലെയും പന്നി കർഷകരിൽ ഒരു അപൂർവമായ ഒരു പനി ബാധിച്ചു. അപ്പോൾ ഈ പനി വരുന്ന എല്ലാവർക്കും സാധാ പനിക്കുള്ള ലക്ഷണങ്ങൾക്ക് പുറമെ മസ്തിഷ്ക ജ്വരം, അതായത് എൻകഫലൈറ്റിസും ബ്രെയിനിൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് പേഷ്യൻ്റ് കോമ സ്റ്റേജിലേക്ക് ഒക്കെ പോയി. അത് മാത്രമല്ല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടാക്കി. സോ ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂമോണിയ ഉണ്ടാക്കി. അപ്പോൾ പേഷ്യൻ്റ് ഡെത്തിലേക്ക് എന്തായാലും പോകും. തലേനെയും നമ്മുടെ മെയിൻ ആയിട്ടുള്ള 2 ഓർഗൻസ് ആണ് ലങ്സും ബ്രെയിനും. അപ്പോൾ അത് ബാധിക്കുന്നത് കാരണം പേഷ്യൻ്റ് എന്തായാലും കോമ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഡെത്തിലേക്ക് അങ്ങ് പോവാനുണ്ടായത്. സോ ആ ഒരു ടൈമിൽ 1999 ഈ സിംഗപ്പൂരിലും മലേഷ്യയിലും പന്നി കർഷകരിൽ വന്ന ടൈമിലാണ് ഈ നിപ്പ വൈറസിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ നിപ്പ വൈറസ് എന്ന് പറയുന്നത് പാരാമിക്സ്ഡേ കുടുംബത്തിലും ഹെനിപ്പ വൈറസിന്റെ ജനുസിലും പെട്ടതാണ് കേട്ടോ ഈ നിപ്പ വൈറസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ 5 മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 5 മുതൽ 14 കേട്ടോ ഇൻക്യുബേഷൻ പീരീഡ്. ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ ആരംഭിക്കാൻ ഇത്രയും ദിവസം എടുക്കും. മനസ്സിലായല്ലോ. സാധാരണയായിട്ട് ഇതിന് വരുന്ന ലക്ഷണങ്ങൾ നമ്മുടെ സാധാരണ വൈറൽ ഫീവറിനുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. അതായത് പനി, തലവേദന, തലക്കറക്കം, ക്ഷീണം, മനം പിരട്ടൽ, ഛർദി, അങ്ങനെയുള്ള സാധാരണ വൈറൽ ഫീവറിന് എന്തൊക്കെയാണോ ലക്ഷണങ്ങൾ അത് തന്നെയാണ് ആദ്യത്തെ ഒരു ഇതിൽ ഈ നിപ്പ വൈറസ് പനിക്കും കാണിക്കുന്നത്. പക്ഷേ ഇത് പിന്നീട് നമ്മുടെ ശ്വാസകോശത്തിനെയും ബ്രെയിനിനെയും ബാധിച്ചു കഴിയുമ്പോഴത്തേക്ക് ചുമ, വയറുവേദന, തലവേദന, തലക്കറക്കം, ബോധക്ഷയം ഇതൊക്കെ വരാറുണ്ട്. സോ ഇതൊക്കെ കാഴ്ചമങ്ങൽ. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ ലങ്സിനെയൊക്കെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റായിട്ട് വരുന്നതാണ് മസ്തിഷ്ക വീക്കം. ചിലർ നിപ്പ വൈറസ് വന്നു, ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞു, സുഖമായി വന്നാലും പിന്നെ ഇത് റിലാപ്സിങ് ആയിട്ട് വരുന്നതാണ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത്, മസ്തിഷ്ക വീക്കം. അത് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് പിന്നെ ഒരു കോമ സ്റ്റേജിലേക്ക്, ജീവിതകാലം മുഴുവൻ ഒരു കോമ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ പോകാനുള്ള ചാൻസ് ഉണ്ട്.
ഇതിൽ രോഗസാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ മലേഷ്യ സിംഗപ്പൂരിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ പന്നി വളർത്തുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലും ബംഗ്ലാദേശിലേക്ക് കേസ് എടുക്കുകയാണെങ്കിൽ അത് കൂടുതലും വവ്വാലുകളിൽ നിന്നാണ്, ആ പഴന്തീനി വവ്വാലുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തെ നമ്മൾ എടുത്ത് നോക്കിയാൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് പേരാമ്പ്രയിലാണ് കേട്ടോ. കോഴിക്കോട് പേരാമ്പ്രയിലാണ്. അപ്പം അവിടെ ഒരു കുടുംബത്തിലെ ഒരു 5 പേരോളം മരിച്ചു അല്ലേ. അപ്പം അങ്ങനെ അവിടെ വന്നത് പഴന്തീനി വവ്വാലുകളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ പഴന്തീനി വവ്വാലുകളിൽ നിന്നാണ് ഈ നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് പകർന്നെന്നാണ് പ്രാഥമികമായിട്ട് എല്ലാവരുടെയും നിഗമനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പകർച്ചാ രീതി എന്ന് പറഞ്ഞാൽ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ രോഗസ്ഥിതിയാണ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ രോഗം വന്ന ആളുകളുടെ സ്രവങ്ങളിൽ നിന്നും മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും സ്രവം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം പരിശോധിക്കുക. പിന്നെ നമ്മൾ ബ്ലഡ് മലമൂത്രം ഇതിലൊക്കെ നമ്മുടെ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കാണാറുണ്ട്. സോ അതും പരിശോധിക്കാറുണ്ട്. അപ്പം മെയിനായിട്ടും നമ്മുടെ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇതിൻ്റെ സാമ്പിൾസ് അയച്ച് അവിടെ നിന്നാണ് റിസൾട്ട് വരുന്നത്. സോ ഇതിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നത് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് മെത്തേഡ് വഴിയാണ്. പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ അല്ലാതെ നമ്മൾ എലൈസ ടെക്നിക്ക് വഴിയും നമ്മളിതിനെ വേർതിരിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഭയങ്കരമായിട്ട് മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണം ഉണ്ടാക്കുന്ന ഒരു രോഗാണുബാധയാണ് ഈ നിപ്പ വൈറസ് എന്ന് പറയുന്നത്. സോ നമുക്കത് വന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനിടെ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചുരുക്കം ചിലർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. ഇപ്പോൾ രക്ഷപ്പെട്ടവർ തന്നെയായിരുന്നാലും ജീവിതകാലം മുഴുവൻ ഈ എൻകഫലൈറ്റിസ് ഒക്കെ വരുവാണെങ്കിൽ ഒരു കോമ സ്റ്റേജിലേക്ക് പോകും. സോ നമുക്കിത് വരാതെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സൈഡിൽ നിന്ന് അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പഴന്തീനി വവ്വാലുകളിലാണ് ഇതിൻ്റെ സാന്നിധ്യം നമ്മൾ ഇന്ത്യയിൽ അത് ഡയഗ്നോസ് ചെയ്തത്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വവ്വാലുകൾ കടിച്ച പഴങ്ങൾ, ചാമ്പയ്ക്ക, പിന്നെ എന്താണ് അത് മാങ്ങ, അതൊക്കെ ഇതിലൊക്കെ ഈ വവ്വാലിൻ്റെ കടിയൊക്കെ കാണത്തില്ലേ, അല്ലെങ്കിൽ നഖത്തിൻ്റെ പാടൊക്കെ കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള പഴങ്ങൾ ഒഴിവാക്കുക. ഇപ്പം കടയിൽ നിന്ന് പച്ചക്കറി പഴങ്ങൾ വാങ്ങിയാലും നന്നായിട്ട് ഫ്രൂട്ട് വാഷർ ഇട്ട് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. പിന്നെ വവ്വാലിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലുള്ള പനങ്ങളൊന്നും കുടിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ആശുപത്രികളിലാണെങ്കിൽ രോഗിയിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. N95 മാസ്ക് വയ്ക്കുക. എല്ലാം ഫുൾ കവർ ചെയ്യുന്ന ഒരു ഗൗൺ വെച്ചിട്ടായിരിക്കും നമ്മൾ രോഗിയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴെല്ലാം നമ്മൾ രോഗിയുമായിട്ടുള്ള സമ്പർക്കം മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് വായുവിലൂടെ പകരും. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളായ ക്യാറ്റ്, ഡോഗ്, പിന്നെ പക്ഷിവർഗ്ഗങ്ങൾ ഇതിലൂടെയൊക്കെ പകരാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ കെയർഫുള്ളായിരിക്കുക. പിന്നെ നമ്മൾ രോഗിയുടെ പരിചരണത്തിന് ശേഷം കൈകൾ കഴുകാനായിട്ട് ക്ലോർഹെക്സിഡിൻ അല്ലെങ്കിൽ ആൽക്കഹോൾ, സാവ്ലോൺ അങ്ങനെയൊക്കെയുള്ള സൊല്യൂഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കഴിവതും രോഗി യൂസ് ചെയ്ത ആർട്ടിക്കിൾസ് പിന്നീട് നമ്മൾ റീയൂസ് ചെയ്യാതിരിക്കുക. ചിലയിടത്ത് ഓട്ടോക്ലേവ്, നമുക്കിപ്പം അത്രയും കേസസ് ഒക്കെ വരുവാണെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി നമ്മുടെ രോഗിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് വളരെയധികം കെയർഫുള്ളായിട്ട് വേണം നമ്മൾ മൃതദേഹം സംസ്കരിക്കാൻ. നമ്മൾ ശരീരം മുഴുവൻ കവർ ചെയ്തിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്താണ് നമ്മൾ അവരെ സംസ്കരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ രോഗിയെ പരിചരിക്കുന്നവർ അതിനുശേഷം നന്നായിട്ട് സോപ്പ് തേച്ച് കുളിക്കുക, എപ്പോഴും ഹാൻഡ് വാഷിങ്, അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈറസ് കേസ് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് കോഴിക്കോട് പേരാമ്പ്രയിലാണ്. പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ പേരെന്ന് പറയുന്നത് ചങ്ങരോത്ത് പഞ്ചായത്ത്, പന്തിരിക്കര സൂപ്പിക്കട. അപ്പോൾ അവിടെ ഒരു കുടുംബത്തിലാണ് ഇത് വന്നത്. സോ അവിടെ ഒരു 5 പേരോളം മരിക്കുകയുണ്ടായി. സോ അപ്പം തൊട്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ നിപ്പ വൈറസ് ഏറ്റവും പ്രധാനമായിട്ട് വാച്ച് ചെയ്ത് തുടങ്ങിയത്. സോ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് മലപ്പുറത്തൊരു കേസ് റിപ്പോർട്ട് ചെയ്തു ഒരു കുഞ്ഞിൻ്റെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഏത് ഫാമിലിയിൽ പെട്ടതാണ്, ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുക, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, സോ ഇതൊക്കെ നമ്മൾ നോക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നിപ്പ വൈറസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുന്നതായിരിക്കും. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ കുറേ ഇടത്തൊക്കെ ഇൻ്റർവ്യൂ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞവരുണ്ട്. അപ്പോൾ കഴിഞ്ഞവർ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പാറ്റേൺ, മെത്തേഡ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ള കുട്ടികൾക്കും കൂടെ അതൊരു സഹായമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു അഗൈൻ.